അപ്പൊ നമസ്കാരം. ഇന്ന് രക്തം സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ്. കാരണം രക്തത്തിൽ ഉണ്ടാവണ ഒരുപാട് ദൂഷ്യങ്ങളുണ്ട്. അപ്പൊ അതിന് എന്തൊക്കെ സസ്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടും. അപ്പൊ ആ സസ്യങ്ങളെ കുറിച്ചിട്ട് ബ്രീഫായിട്ട് ഒന്ന് ചെറുതായിട്ട് നമുക്ക് അറിയുകയും ചെയ്യണം. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വീടിന്റെ അടുത്ത് ഈ സസ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നത്. അതല്ലാതെ തന്നെ രക്തത്തിലുള്ള തകരാറ് കാരണം കൊണ്ട് ഇപ്പൊ പലവർക്കും ബ്ലഡ് കൗണ്ട് കുറവാണ്. ഈ അങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ ബ്ലഡ് കൗണ്ട് ഉണ്ടാവുന്നത് കാലിന്റെ എല്ലിന്റെ ഉള്ളിലത്തെ മജ്ജയിലാണ്. 60% ബ്ലഡ് കൗണ്ട് അവിടെ നിന്നാണ് കൂടുന്നത്. പിന്നെ അത് പ്രോസസ് ചെയ്യുന്നത് ലിവറും കാര്യങ്ങളാണ്. പക്ഷെ ഈ രണ്ട് ഭാഗങ്ങളാണ്. അപ്പൊ എക്സസൈസ് ചെയ്താൽ മാത്രമേ നമ്മുടെ കാലിന്റെ എല്ലുകൾക്ക് കൂടുതൽ ഇത് കിട്ടുള്ളൂ. അപ്പൊ എന്താ കാര്യം വെച്ചാൽ അത് എക്സസൈസ് ഇല്ലാതെ നമുക്ക് കിട്ടൂല. വെറും മരുന്ന് മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പൊ മരുന്ന് അല്ലാതെ തന്നെ നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാം, വീട്ടിൽ വെച്ചിട്ട് എന്തൊക്കെ പരിഹാരങ്ങളുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടെത്താം. അപ്പൊ ഒന്ന് ബ്ലഡ് കൗണ്ട് കൂട്ടണം. പിന്നെ രക്തം സംബന്ധിച്ചുള്ള എന്ന് പറഞ്ഞ മേല് ചൊറിച്ചൽ, കയ്യും കാലും ചൊറിച്ചൽ, അങ്ങനെയുള്ള പല വിഷയങ്ങൾ, ബ്ലഡ് സംബന്ധിച്ചുള്ള കുറെ ഇപ്പൊ പീരിയഡ്സ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വെറുതെ ഒന്ന് ഓടിച്ചിട്ടിട്ട് നമുക്ക് നോക്കാം. എന്താ കാര്യം വെച്ചാൽ ഇതില് നമ്മൾ ഒരുപാട് സസ്യങ്ങളുണ്ട്. ഒന്ന് സെന എന്ന് പറയുന്നുണ്ട്. ഇത് കോമൺ ആയിട്ട് കാണുന്നതാണ്. ഏറ്റവും കോമൺ ആയിട്ട് പൈൽസിന്റെ ഒരു കാര്യങ്ങൾ ഉണ്ടാക്കാൻ, മറ്റേ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേ പ്രകാരം തന്നെ സെംലാക്സിന എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട്. മലയാളം പേര് കാൽത്താമര. അഗൈൻ ഇത് ഒരുപാട് തരം ഡിസോർഡേഴ്സിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓസ്റ്റോ ആർത്തറൈറ്റിസ് അങ്ങനെയുള്ള ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പ്രൊഡക്റ്റിൽ ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെ എനിക്ക് ഇതേ പ്രകാരം തന്നെ വീണ്ടും വേറെ ഒരു ഇതുണ്ട്, മിറാങ്കനി. മിറാങ്കനി എന്ന് പറയുന്നത് ഉച്ചാരണം തെറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്താ കാര്യം വെച്ചാൽ ഒരുപാട് ഭാഷകളിൽ പല ഉച്ചാരണങ്ങളാണ്. അപ്പൊ കൺഫ്യൂഷന് സാധ്യതയുണ്ട്. ഗൗട്ട് പോലുള്ള രോഗങ്ങൾ, അപ്പൊ ഒന്ന് ചിന്തിച്ചേ, ഇതൊക്കെ ഡൈജഷൻ സംബന്ധിച്ച് തന്നെയാണ്. കാരണം ഡൈജഷൻ തെറ്റുന്ന സമയത്ത് ഉണ്ടാവുന്ന പല വിഷയങ്ങൾ പിന്നീട് ബ്ലഡിലേക്കായി മാറുന്നതാണ്. ബ്ലഡിന്റെ ഒരു വിഷയം തന്നെയാണ് സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഒരു പീരിയഡ്സിന്റെ പല വിഷയങ്ങൾ അല്ലേ. അപ്പൊ ആ പീരിയഡ്സിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ആമ്പൽപ്പൂവിന്റെ പല എക്സ്ട്രാക്റ്റുകളാണ്. അപ്പൊ പലതരത്തിലുള്ള എക്സ്ട്രാക്റ്റുകളുണ്ട്. ചിലതിൽ പൂവെടുക്കും, ചിലതിൽ ഫ്രൂട്ട് എടുക്കും, ചിലതിൽ അതിന്റെ ഇലകൾ എടുക്കും. അങ്ങനെയുള്ള ഒരു ഡെഫിനേഷൻ കൂടെ ഉണ്ട്. തൽക്കാലം ഞാൻ അതിലേക്ക് പോണില്ല. ഇതേ പ്രകാരം തന്നെ ഇന്ത്യൻ റോസ് വുഡ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതിനെ ശിശു എന്നും പറയാറുണ്ട് ബംഗ്ലാദേശ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ. അപ്പൊ അത് വെള്ളപ്പോക്കിന്റെ അസുഖങ്ങൾക്ക്. അപ്പൊ നോർമലി നമ്മൾ ഹീമോ കെയർ ഉപയോഗിക്കുമ്പോൾ ചിന്തിച്ചേ, പീരിയഡ്സ് സംബന്ധിച്ചുള്ള പല വിഷയങ്ങൾക്കും നമുക്ക് ഇത് യൂസ് ചെയ്യാം അല്ലേ. ഇതേ പ്രകാരം തന്നെ വേറെ ഒരു സസ്യമുണ്ട്, എന്താണ് പിത്ത പാപ്പട. അപ്പൊ വേറെ പല പല ഇതുകള് പേരുകളുണ്ട്. മലയാളത്തിൽ പർപ്പടക പുല്ല് എന്ന് പറയുന്നതുണ്ട്. നോർമലി ഹൈ ബിലിറുബിൻ, അപ്പൊ ലിവർ സംബന്ധിച്ച് ഇതേപോലെ വിരകൾ കാര്യങ്ങൾ പോകാൻ വേണ്ടിയിട്ട്, വിര പോകാൻ വേറൊരു നല്ല സാധനം കൂടെ ഉണ്ട്. അത് നമ്മുടെ പേരേന്റെ ഇലയാണ്. ഇതേ പ്രകാരം തന്നെ കച്ചനാറ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ്. ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കുറെ കാര്യങ്ങളാണ്. ചൈരാത്ത എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട്. ഇതും ഇതേ പ്രകാരം തന്നെ മലേറിയൽ ഫീവർ, അപ്പൊ ബ്ലഡ് സംബന്ധിച്ച് തന്നെ, അപ്പൊ ഡയബറ്റീസ് ആണെങ്കിലും അൾസേഴ്സ് ആണെങ്കിലും സ്കിൻ ഡിസീസ്, ഇത് എന്തിനാണ് ബ്ലഡ് സംബന്ധിച്ച് പറഞ്ഞാൽ ഇന്ന രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ബ്ലഡ് നമ്മളെ പല കാര്യങ്ങൾ അങ്ങോട്ട് എത്തിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ഔഷധം ഉണ്ടെങ്കിൽ അത് ആ പരിസരം വരെ എത്തിയാലല്ലേ അതിന് ഗുണം കിട്ടുള്ളൂ. അപ്പൊ എത്തിക്കുന്നതിനാണ് ആ രക്തം തന്നെയല്ലേ, മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ അതിന്റെ ഡെപ്തിലേക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതേ പ്രകാരം തന്നെ വീണ്ടും കുറെ സസ്യന് കൊഴിഞ്ഞിൽ എന്ന് പറയുന്ന ഒരു സസ്യമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ വിഷം കാര്യങ്ങൾ കളയാൻ അപ്പൊ വളരെ നല്ലതാണ്. ഇംഗ്ലീഷിൽ അതിന് വേറെ ഒരു പേരുണ്ട്, ഫിഷ് പോയിസൺ കളയുന്ന ഒരു സംഭവമാണ്. ശംഖപുഷ്പം ബ്യൂട്ടിഫുൾ, അത് മാനസിക രോഗങ്ങൾ അങ്ങനെയുള്ള പലതിനൊക്കെ നല്ലതാണ്. വൈറ്റ് കളർ. ഇതേപോലെ ഉറക്കക്കുറവ് കാര്യങ്ങൾക്കൊക്കെ ബ്ലൂ കളർ. അപ്പൊ എന്റെ ക്ലാസ്സുകൾ റെഗുലർലി കേട്ടാൽ നിങ്ങൾക്ക് കുറെ എക്സ്ട്രാ കാര്യങ്ങൾ കിട്ടും. അപ്പൊ ഇത് ഡീകോക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്താ കാര്യം വെച്ചാൽ ഈവൻ തേളിന്റെ കടിച്ച അത് വിഷത്തിനെ മാറാൻ വേണ്ടിയിട്ട് നമ്മള് എന്താണ്, നായർവേല, നായർവേല എന്നും പേരുണ്ട്. ഒരുപാട് തരം പേരുണ്ട്. അപ്പൊ തൽക്കാലം പേരുകളിലേക്ക് നമ്മൾ കിടക്കല്ലേ. ആ പടങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. കറുത്ത മഞ്ഞള്, ഉറപ്പായിട്ടും മഞ്ഞളിനെ കുറിച്ച് ഇതില്. പിന്നെ വേറെ എന്താണ്, നമ്മുടെ വേലി പോലെ വളർന്ന ഒരു പ്രത്യേക ഇതുണ്ട്, എന്താണ്
മുടിയില്ലാത്ത ആലി. അപ്പൊ അത് വല്ലാണ്ട് കാട് പോലെ വളർന്നു പോണത്. പക്ഷെ അത് ഒരുപാട് ഔഷധത്തിന് കേരളം ഏറ്റവും കൂടുതൽ അനുഗ്രഹമുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഇതേ പ്രകാരം തന്നെ ഒരുപാട് സസ്യങ്ങളുണ്ട്. അപ്പൊ തൃക്കൂലപ്പ കൊന്ന തൃക്കുലപ്പാക്കൊന്ന എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, ലാവൻഡർ. ഉറപ്പായിട്ട് ഇത് വിദേശ രാജ്യങ്ങളിലും ഇഷ്ടം പോലെ ഉണ്ട്. അതേ പ്രകാരം തന്നെ നമുക്ക് ഈ സസ്യം കോമൺ ആയിട്ട് നമുക്കറിയാം, തുളസീന്റെ ഒരു വെറൈറ്റി ആണ്. അല്ല, തുളസിയിൽ ഒരുപാട് തരം വെറൈറ്റി ആണ്, രാമ തുളസി, കൃഷ്ണ തുളസി അങ്ങനെയുള്ളത്. അപ്പൊ അതിലത്തെ രാമ തുളസി നമ്മൾ എടുക്കുന്നുണ്ട്, രക്തചന്ദനം നമ്മൾ എടുക്കുന്നുണ്ട്. 100% സ്കിൻ ഡിസീസ്, തലവേദന, അതേപോലെ എല്ലാ ബോഡീന്റെ കൂളിങ്ങിന് വേണ്ടി സഹായിക്കുന്നത്. റോസിന്റെ എക്സ്ട്രാക്ട് ബ്ലഡ് കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഇതേ പ്രകാരം തന്നെ കടുക്ക, അല്ലേ? കടുക്ക ഉപയോഗിക്കാത്ത ഒരു ആയുർവേദ മരുന്നുമില്ല. നിയർലി 99% ആയുർവേദം. കടുക്കേന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ശരീരത്തിലത്തെ ദോഷങ്ങളെ പറിച്ചു കളയും. അതാണ് പലർക്കും തെറ്റിദ്ധാരണയുണ്ട് കടുക്കേനെ കുറിച്ചിട്ട്. അങ്ങനെ ഒരു വിഷയം ഇവിടെ ഇല്ല. നമ്മൾ കഴിക്കുന്ന പല വിഷം വെച്ച് നോക്കുമ്പോൾ കടുക്ക അതിന്റെ മൂലക്കൽ പോലും എത്തില്ല. അപ്പൊ ദയവ് ചെയ്ത് കടുക്കനെ അല്ല വെറുക്കുന്നത്. അപ്പൊ കടുക്ക ചെറിയൊരു ശതമാനം ഉള്ളൂ. എന്താ കാര്യം അതല്ലാതെ തന്നെ ചുറ്റാമൃതം, ബ്യൂട്ടിഫുൾ, ഇതൊക്കെ കോമ്പിനേഷൻസ് ആണ്. ഇത് ഇതിലുള്ളത് ഹീമോ കെയർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റുകളായിട്ടിരിക്കുന്നത്. അപ്പൊ ഹീമോ കെയറിന്റെ മധുരം ചിലർ ചോദിക്കാറുണ്ട്. ഇതിന്റെ മധുരം ആക്ച്വലി എന്തെന്നാ പറയാ, അത് ഒരു പ്രത്യേക തരം കാർബോഹൈഡ്രേറ്റ് ആണ്. അത് ഷുഗർക്കാർക്ക് ദോഷമില്ലാത്തതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാണ്, അത് മധുരം എന്ന് പറയുന്നത് അത് അല്ലെങ്കിൽ ആ ചവർപ്പ് നമുക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇടുന്ന ഒരു കാര്യമാണ്. പിന്നെ സ്പൈറുലിന, ഇപ്പൊ ബ്ലഡ് കൗണ്ട് കൂട്ടണമെങ്കിൽ 100% നമ്മൾ സ്പൈറുലിന അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യും. പീരിയഡ്സ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾക്ക് ഇതിന്റെ കൂടെ വേറെ കോമ്പിനേഷൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ ഞാൻ ബ്ലഡ് കൗണ്ടിനെ കുറിച്ചിട്ടാണ്. ബ്ലഡ് കൗണ്ട് കൂട്ടാനും ഇത് അത്യുത്തമാണ്. ഇതേ പ്രകാരം തന്നെ നമ്മുടെ ഹർണിയക്കാർക്ക് ഇതിന്റെ കൂടെ omega-369 കൂടെ നമുക്ക് ആഡ് ചെയ്ത് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ. MKRCSMLക്ക് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 100% ഞാൻ കൂടുതൽ പ്രോഗ്രാമുകൾ ഇതേ പ്രകാരം ഇടുന്നതാണ്. ഒന്ന് മാത്രമേ ചിന്തിക്കുക, ഇതൊക്കെ നാച്ചുറൽ സപ്ലിമെന്റ്സ് ആണ്, പ്രകൃതിയിൽ കിട്ടുന്നതാണ്. ഒന്നും കെമിക്കൽ അല്ല. ആർക്കും ഉപയോഗിക്കാം, ഏത് നേരം ഉപയോഗിക്കാം. ഇനി 5 മില്ലി 10 മില്ലി അല്ല, മൊത്തം കുപ്പി തന്നെ വലിച്ചു കുടിച്ചു എന്ന് തന്നെ വെച്ച ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇതെന്താണ്, ഇത് ഫലങ്ങള് പഴങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്ന ചാറാണ്, അതിന്റെ സത്താണ്, അത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ ഇതിന് പ്രത്യേകിച്ചില്ല. പക്ഷെ ഇന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവർക്ക് 100% അതിന് ഗുണമുണ്ട്. അപ്പൊ ലേഡീസിന് ഇത് അത്യുത്തമാണ്. എന്താ കാര്യം വെച്ചാൽ പീരിയഡ്സ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾക്ക് മെൻസുറ കെയർ ഒക്കെ ഉപയോഗിക്കുന്നതിന്റെ കൂടെ ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത പ്രോഗ്രാമിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.